ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഈ ടൈപ്പ് പ്രോബ്ലം സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ വായിക്കാം. എ ക്രാങ്ക് ആൻഡ് എ കണക്റ്റിംഗ് റോഡ് ഓഫ് എ വെർട്ടിക്കൽ പെട്രോൾ എഞ്ചിൻ റണ്ണിങ് അറ്റ് RPM തന്നിട്ടുണ്ട്. ക്രാങ്കിൻ്റെ ലെങ്തും കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്തും തന്നിട്ടുണ്ട്. പിസ്റ്റൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിൻ്റെ മാസും തന്നിട്ടുണ്ട്. പിസ്റ്റൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും തന്നിട്ടുണ്ട്. ക്രാങ്കിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്ന നെറ്റ് ഫോഴ്സ് ഓൺ ദ പിസ്റ്റണും നെറ്റ് ലോഡ് ഓൺ ദ കണക്റ്റിംഗ് പിന്നും ത്രസ്റ്റ് ഓൺ ദ സിലിണ്ടർ വാളും സ്പീഡ് അറ്റ് വിച്ച് കട്ടർ പിൻ ലോഡ് ഈസ് റിവേഴ്സ്ഡ് ഇൻ ഡയറക്ഷനുമാണ്. ഗിവൺ ഡേറ്റ എല്ലാം എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് വെർട്ടിക്കൽ പെട്രോൾ എഞ്ചിനാന്ന് പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ പെട്രോൾ എഞ്ചിനാകുമ്പം പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അന്നേരം എഫ് പി എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ ആണ്. എഫ് എൻ എന്ന് പറയുമ്പം ഈ പിസ്റ്റൺ സിലിണ്ടർ വാളിന് കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും. FC എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിലുള്ള ഫോഴ്സാണ്. നമുക്ക് ഒന്നാമതായിട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ, അതായത് FP ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. FPയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ പിസ്റ്റണെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. അതെന്ന് മേളിൽ ഒരു ചാർജ് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് കാണും, അതാണ് FL മൈനസ് FI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനേർഷ്യ ഫോഴ്സ് പ്ലസ് W എടുക്കാൻ കാരണം ഇത് വെർട്ടിക്കൽ എഞ്ചിനായതുകൊണ്ട്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിരുന്നെങ്കിൽ ആ Wൻ്റെ ആവശ്യമില്ല. FLൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷർ 650 തന്നിട്ടുണ്ട്. 650 കിലോ ന്യൂട്ടൺ ആണ്. അന്നേരം 10⁻³ ഇൻറ്റു പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ബോർ ഡയമീറ്റർ തന്നിട്ടുണ്ട് 10 മില്ലിമീറ്റർ എന്ന്. അന്നേരം 10 × -3 മീറ്റർ. 5/4 d² ചെയ്യുമ്പോൾ നമുക്ക് 10 × 10⁻³ ഹോൾ സ്ക്വയർ. അന്നേരം FL നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 5105.08 ന്യൂട്ടൺ എന്ന് കിട്ടും FL. മറ്റേ അടുത്ത മൈനസ് FI എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സിൻ്റെ ഇക്വേഷൻ MA ആണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ. പിസ്റ്റൻ്റെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം R⍵² ഇൻറ്റു cos θ പ്ലസ് cos 2θ/n ആണ്. നമുക്ക് മാസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 1.2 കിലോ എന്ന് തന്നിട്ടുണ്ട്. 1.2 ഇൻറ്റു റേഡിയസ് ഓഫ് ക്രാങ്ക് നമുക്ക് തന്നിട്ടുണ്ട് 60 mm ആണ്. അന്നേരം 60 × 10⁻³ ഒമേഗ കറങ്ങുന്ന RPM നമുക്ക് തന്നിട്ടുണ്ട്. അന്നേരം ഒമേഗ = 2πn/60 ചെയ്താൽ മതി. അന്നേരം n നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒമേഗയുടെ വാല്യൂ കിട്ടുന്നത് 188.495 എന്ന് കിട്ടും. അതിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു cos θ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 20 ആണ്. അന്നേരം cos 20 പ്ലസ് cos 2θ അന്നേരം cos 40/n. എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് ലോഡിൻ്റെ ലെങ്ത് ബൈ ക്രാങ്കിൻ്റെ ലെങ്താണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്, രണ്ടും തന്നിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 4.5 എന്ന് കിട്ടും. ഇതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സ് FI കിട്ടും. ഇത് FIയുടെ വാല്യൂ എന്ന് പറയുമ്പം അന്നേരം ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇനേർഷ്യ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം 2401.37 ന്യൂട്ടൺ എന്ന് കിട്ടും. നമ്മളിതെല്ലാം കൂടെ തിരിച്ചു കൊണ്ട് ചെന്ന് FPയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെറ്റ് ഫോഴ്സ് കിട്ടും. FP എന്ന് പറയുമ്പോൾ FL നമുക്ക് കിട്ടിയത് 5105.38. ഇനേർഷ്യ ഫോഴ്സ് കിട്ടിയത് -2401.37 പ്ലസ് വെയിറ്റ് mg ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 11.772. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് FP കിട്ടും 2715.482 ന്യൂട്ടൺ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെറ്റ് കണക്റ്റിംഗ് റോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് FC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. FC എന്ന് പറയുമ്പം FCയുടെ ഇക്വേഷൻ FP/cos φ ആണ്. ഇനി നമുക്ക് cos φ നമുക്ക് അറിഞ്ഞുകൂടാ. φ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ. ആ ആംഗിൾ കണ്ടുപിടിക്കാൻ വേറൊരു റിലേഷൻ ഉണ്ട്. വേറെ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ sin φ = sin θ/n. n നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. തീറ്റ നമുക്കറിയാം 20 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഫൈക്ക് വാല്യൂ കിട്ടും. ഫൈക്ക് വാല്യൂ കിട്ടുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ 4.35 ഡിഗ്രി എന്ന് കിട്ടും. ഇതുകൊണ്ട് ചെന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം FC കിട്ടും. FC എന്ന് പറയുമ്പം നമുക്ക് നേരത്തെ കിട്ടിയ FP/cos φ. FP എന്ന് പറഞ്ഞാൽ 2715.482 ഡിവൈഡ് ബൈ cos 4.35 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ
2723.32 ന്യൂട്ടൺ എന്ന് കിട്ടും. നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് റോഡ് ഇവിടെ പിസ്റ്റൺ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് FN ഇക്വേഷൻ എന്ന് പറയുമ്പം മൂന്നാമത്തത് FN എന്ന് പറയുമ്പം FC × sin φ. FC നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു 2723.32 × sin φ. നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചപ്പം 4.35 ആയിട്ട് നമുക്കിവിടെ FN വാല്യൂ കിട്ടുന്നത് 206.52 ന്യൂട്ടൺ എന്ന് കിട്ടും. ലാസ്റ്റത്തെ പാട്ടെന്ന് പറഞ്ഞാൽ സ്പീഡ് അറ്റ് വിച്ച് കട്ടർ പിൻ ലോഡ് ഈസ് റിവേഴ്സ്ഡ് ഇൻ ഡയറക്ഷൻ. അതായത് FP നെഗറ്റീവ് ആവുന്നത്. FPയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ FL - FI + W. FP നെഗറ്റീവ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIയുടെ വാല്യൂ വലുതായിരിക്കണം. FIയുടെ വാല്യൂ എപ്പോഴും FIയുടെ വാല്യൂ വലുതായാലേ FP നെഗറ്റീവ് ആവത്തുള്ളൂ. FIയുടെ ഇക്വേഷൻ നമുക്കറിയാം. FI എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പം r ω² × cos θ + cos 2θ/n ആണ്. അതിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാലേ FP നെഗറ്റീവ് ആവത്തുള്ളൂ. FLൻ്റെ വാല്യൂ നമുക്കറിയാം 5105.08 + 11.772 ആണ്. മാസ് നമുക്കറിയാം 1.2 ആണ്. റേഡിയസ് നമുക്കറിയാം 60 mm ആണ്. അതായത് 60 × 10⁻³ mm അല്ല -3 മീറ്റർ ആവും. × ω² ഇടാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ω × cos θ 20 + cos 2θ എന്ന് പറയുമ്പോൾ cos 40/n എന്ന് പറയുമ്പോൾ L/r 4.5 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5116.852 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ ചെയ്യുമ്പം 0.079 ω² ഗ്രേറ്റർ ദാൻ 5116.382 എന്ന് കിട്ടും. ω² ഗ്രേറ്റർ ദാൻ ഇതപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കിന് 6402.9.01 എന്ന് കിട്ടും. അന്നേരം രണ്ടിടത്തും റൂട്ട് എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 253.39 എന്ന് കിട്ടും. നമുക്ക് 2πn/60 എന്ന് എഴുതാം. 2π/60 ഗ്രേറ്റർ ദാൻ 253.039. നമുക്ക് n കണ്ടുപിടിക്കാൻ 60 അപ്പുറത്ത് കൊണ്ടുപോയിട്ട് 2 ആകുമ്പോഴത്തേക്കിന് അപ്രോക്സിമേറ്റ്ലി 2416.34 RPM എന്ന് കിട്ടും. ഇതിനകത്ത് നമ്മൾ ആകെ FPയുടെ ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചാൽ മതി. മറ്റേ ഈ റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ ഇത് വെച്ചൊരു ഫോഴ്സ് പോളിഗൺ വരയ്ക്കുവാണെങ്കിൽ FP ഇങ്ങോട്ട്, FN മേളിലോട്ട്, കണക്റ്റിംഗ് റോഡിൻ്റെ FC ഉണ്ട്, മറ്റേ പിസ്റ്റൻ്റെ FP ഉണ്ട്. ഇവിടെ ഇടയ്ക്കുള്ളത് φ. ഇതാണ് കണക്റ്റിംഗ് റോഡിൻ്റെ കണക്റ്റിംഗ് റോഡിൻ്റെ ഫോഴ്സ്. ഇങ്ങോട്ടാണ് FP, മേളിലോട്ട് FN ഉണ്ട്. ഈ റിലേഷൻ സൈനും ടാനും ഒക്കെ എടുത്ത് FP മാത്രം അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും.